പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിഷ്കളങ്കത, സമാധാനം, ദൈവസ്നേഹം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവികമായ ഒരു പ്രേരണയാൽ ഇന്ന് 2 കൊച്ചു സഹോദരന്മാരുടെ ഒരു ചിത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദാത്തവും ജീവൻ നൽകുന്നതുമായ ഒരു കൂട്ടം ചിന്തകൾ അത് എന്നിൽ ഉണർത്തി. ഉൽപ്പത്തി 1:28 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആരംഭം മുതൽക്കേ മനുഷ്യൻ വർദ്ധിക്കണമെന്നും ഐശ്വര്യമുണ്ടാകണമെന്നുമാണ് ദൈവം ആഗ്രഹിച്ചത്. അത് കേവലം എണ്ണത്തിൽ മാത്രമായിരുന്നില്ല, സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ജീവിതത്തിലും കൂടിയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നാം കൊച്ചുകുട്ടികളെ പോലെ ജീവിക്കണമെന്ന തൻ്റെ ആഗ്രഹം ദൈവം വെളിപ്പെടുത്തുന്നു. അത്ഭുതവും വിശ്വാസവും സന്തോഷവും ഐക്യവും നിറഞ്ഞ ജീവിതം. അതുകൊണ്ടായിരിക്കാം യേശു ഒരു ശിശുവിനെ എടുത്ത് ഇപ്രകാരം പറഞ്ഞത്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 18:3 ചിത്രത്തിൽ ഞാൻ കണ്ട 2 ആൺകുട്ടികൾക്ക് അന്ന് ഒരുപക്ഷെ 6ഉം 4ഉം അല്ലെങ്കിൽ 7ഉം 5ഉം വയസ്സുണ്ടാകാം. ഇന്ന് അവർക്ക് 20ഉം 18ഉം വയസ്സായി. എന്നാൽ ആ നിമിഷത്തിൽ അവർ ദൈവികമായ പല കാര്യങ്ങളുടെയും ജീവനുള്ള പ്രതീകങ്ങളായിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. നിരുപാധികമായി നൽകപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതുമായ സ്നേഹം, നിബന്ധനകളില്ലാത്ത സന്തോഷം, ബുദ്ധിക്ക് അതീതമായ സമാധാനം, ആത്മാക്കൾ തമ്മിലുള്ള ഐക്യം, കൈപ്പുരസം തേണ്ടാത്ത ജീവിതം, സ്വാഭാവികമായി ഒഴുകുന്ന ദൈവിക ഊർജം, ശുദ്ധമായ പോസിറ്റീവ് എനർജിയുടെ കൈമാറ്റം, മാതാപിതാക്കളുടെയും മുത്തശ്ശന്മാരുടെയും സ്നേഹവലയത്തിൽ അവർ സുരക്ഷിതരാണ്. അവർ ആരോഗ്യവാന്മാരും കളങ്കമില്ലാത്തവരും നിഷ്കളങ്കരും ഉത്കണ്ഠകളില്ലാത്തവരും ആയുധങ്ങളില്ലാത്തവരുമാണ്. ഏദൻ തോട്ടത്തിന്റെ ഒരു ചെറിയ കാഴ്ച, ഭൂമിയിലെ സ്വർഗത്തിന്റെ ഒരു മിന്നലാട്ടം. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇത്തരത്തിൽ ജീവിക്കാൻ കഴിയാത്തത്? വ്യക്തികളായും അയൽക്കാരായും ദമ്പതികളായും സമൂഹങ്ങളായും രാഷ്ട്രങ്ങളായും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ? ദൈവം ഉദ്ദേശിച്ച സൗന്ദര്യവും ഐക്യവും യുദ്ധവും വിഭാഗീയതയും അഹങ്കാരവും ചേർന്ന് എന്തുകൊണ്ടാണ് ഇന്നും നമ്മിൽ നിന്ന് കവരുന്നത്? ദൈവം നമുക്ക് ഉദാരമായി നൽകിയ ഈ മനോഹരമായ ലോകത്ത് സമാധാനത്തിലും വിശുദ്ധമായ ലാളിത്യത്തിലും നമുക്ക് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? മീഖാ പ്രവാചകന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നീതി പ്രവർത്തിപ്പാനും കരുണ കാണിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖാ 6:8. പ്രിയപ്പെട്ടവരെ, കാലം മരവിപ്പിച്ചു നിർത്തിയ ഈ വിശുദ്ധ നിമിഷം നമ്മുടെ ബാല്യസഹജമായ നിഷ്കളങ്കതയിലേക്ക് നമ്മെ തിരികെ വിളിക്കട്ടെ. ശക്തി കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല, മറിച്ച് വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയും താഴ്മയിലൂടെയുമാണ് നാം ആ രാജ്യത്തിൽ പ്രവേശിക്കേണ്ടതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ പൂർണ്ണമായ രൂപകൽപ്പനയിൽ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും നമുക്ക് അവരെ പോലെ ജീവിക്കാം. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സായാഹ്നം സമാധാനവും ഊഷ്മളതയും ദൈവസാന്നിധ്യവും നിറഞ്ഞതാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ ശിശുക്കളെ പോലെ ആക്കേണമേ. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, ജീവന്റെ സൃഷ്ടാവേ, സ്നേഹത്തിന്റെ ദാതാവേ, സമാധാനത്തിന്റെ ഉറവിടമേ, അങ്ങയുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ആരംഭം മുതൽ അങ്ങ് മനുഷ്യരാശിയെ അനുഗ്രഹിക്കുകയും വർദ്ധിക്കുവാൻ വിളിക്കുകയും ചെയ്തു. എണ്ണത്തിൽ മാത്രമല്ല, നന്മയിലും കരുണയിലും ഐക്യത്തിലും സന്തോഷത്തിലും. എന്നാൽ എവിടെയോ വെച്ച് ഞങ്ങൾ നിഷ്കളങ്കതയ്ക്ക് പകരം അഹങ്കാരത്തെയും വിശ്വാസത്തിന് പകരം ഭയത്തെയും ഐക്യത്തിന് പകരം ഭിന്നതയെയും തിരഞ്ഞെടുത്തു.
ദൈവമായ കർത്താവായ യേശുവെ, അങ്ങ് പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും മൃദുവാക്കണമേ. കയ്പ് നീക്കിക്കളയണമേ. അസൂയ കഴുകിക്കളയണമേ. ഞങ്ങളിലെ അഹങ്കാരത്തിൻ്റെ ശബ്ദത്തെ നിശബ്ദമാക്കണമേ. ഒരു പിതാവിൻ്റെ കൈകളിൽ സുരക്ഷിതനായി വിശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. സംശയങ്ങളില്ലാതെ ചിരിക്കുന്ന സന്തോഷം നൽകണമേ. പെട്ടെന്ന് ക്ഷമിക്കുകയും തെറ്റുകൾ മറക്കുകയും ചെയ്യുന്ന സമാധാനം നൽകണമേ. മീഖ പ്രവാചകനിലൂടെ അങ്ങ് അരുളി ചെയ്തതുപോലെ അങ്ങയോടൊപ്പം താഴ്മയോടെ നടക്കാനുള്ള വിനയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിൽ ഏദൻ തോട്ടത്തിന്റെ ഭംഗി പുനഃസ്ഥാപിക്കണമേ. അത് അറിവില്ലായ്മയല്ല, മറിച്ച് വിശുദ്ധമായ നിഷ്കളങ്കതയാണ്. ഞങ്ങളുടെ വീടുകൾ വാത്സല്യത്തിന്റെ ഇടങ്ങളാകട്ടെ. ഞങ്ങളുടെ സഭകൾ ഐക്യത്തിന്റെ ഇടങ്ങളാകട്ടെ. ഞങ്ങളുടെ സമൂഹങ്ങൾ ദയയുടെ ഇടങ്ങളാകട്ടെ. ഞങ്ങളുടെ രാഷ്ട്രങ്ങൾ അനുരഞ്ജനത്തിന്റെ ഇടങ്ങളാകട്ടെ. കടുപ്പമേറിയ ഹൃദയങ്ങളിൽ നിന്ന് ആയുധങ്ങൾ താഴെ വീഴട്ടെ. അഹങ്കാരം സ്നേഹത്തിനു മുന്നിൽ തലകുനിക്കട്ടെ. ഭിന്നതകൾ കരുണയിൽ ഇല്ലാതാകട്ടെ. അങ്ങയുടെ കാവലിലും നിത്യമായ കൈകളിലും സുരക്ഷിതരായി അങ്ങയുടെ പദ്ധതിയുടെ ലാളിത്യത്തിൽ വീണ്ടും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, ഞങ്ങളെ ശിശുക്കളെ പോലെ ആക്കണമേ. ബുദ്ധിശൂന്യരല്ല, മറിച്ച് നിർമ്മലരായവർ. ദുർബലരല്ല, മറിച്ച് വിശ്വസിക്കുന്നവർ. അശ്രദ്ധരല്ല, മറിച്ച് വിനീതരായവർ. ലോകം ഞങ്ങളിലൂടെ ഭൂമിയിലെ സ്വർഗത്തിന്റെ ഒരു മിന്നലാട്ടം കാണട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ആമേൻ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനുമാകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.